ഡിയേഴ്സ്, നമ്മൾ കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ വരാൻ പോകുന്ന കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് ആണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ LGS നിലവാരത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയും നിങ്ങൾ കടന്നു പോകേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അത് നിങ്ങളുടെ റാങ്കിന്റെ നില തന്നെ മാറ്റിമറിക്കും. അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാതും 2020 ശേഷം നടന്നിട്ടുള്ള LGS നിലവാരത്തിലെ എല്ലാ എക്സാമിന്റെയും പ്രിലിംസ് ആയിക്കോട്ടെ മെയിൻസ് ആയിക്കോട്ടെ എല്ലാ എക്സാമിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കേരള PSC ടിപ്സ് ആൻഡ് ട്രിക്സ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടിയിട്ട് ഒന്ന് ഇനേബിൾ ചെയ്തു തരാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ വീഡിയോ കാണുമ്പോൾ ഹൈപ്പ് കൊടുക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക. വിലയേറിയ കമന്റുകൾ താഴെ ഇടുക. ഓക്കെ, എത്രമാത്രം കേട്ടോ. പിന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ തീർച്ചയായിട്ടും കൂട്ടുകാർ ജോയിൻ ചെയ്യുക കേട്ടോ. ലിങ്ക് കൊടുക്കാം. അപ്പൊ നമുക്കൊന്ന് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് യു ഷറഫ് അലി ആണ് കേട്ടോ. ഷറഫ് അലി. ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എപ്പോഴും യെസ് ആണോ നോ ആണോ ചോദ്യം എന്നുള്ളത് ആദ്യം നോക്കണം കേട്ടോ. ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് ഷേപ്പ് ആണ് കേട്ടോ. ഉൾപ്പെടുന്നത് ഈ റാംഫ, ചാസ്റ്റെക്, ഇൽസ ഈ 3 പെലോഡുകളിൽ ഉൾപ്പെടുന്നതാണ്. മനസ്സിലാക്കണം കേട്ടോ. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സലയ്ക്കാണ് കേട്ടോ. പി വത്സലയ്ക്കാണ്. 2022 സേതുവിന് കിട്ടി കേട്ടോ. 2022 സേതുവിനാണ് കിട്ടിയത്. 2023 SK വസന്തന് കേട്ടോ. SK വസന്തനാണ്. അടുത്തത് 2024 കേട്ടോ. 2024 അതായത് 2025 ഫസ്റ്റ് ആണ് ആ 2024 പുരസ്കാരം കൊടുക്കുന്നത്. അത് NS മാധവനാണ് കേട്ടോ. NS മാധവൻ. ലണ്ടൻ ബത്തേരിയിലെ ലുധിയാനകൾ എന്ന കൃതിക്കാണ് 2024 NS മാധവന് പുരസ്കാരത്തിന് അർഹനാക്കിയത്. അപ്പൊ 21 വത്സല, 22 സേതു, 23 SK വസന്തൻ, 24 NS മാധവൻ. വത്സല, പിന്നെ സേതു, വസന്തൻ, മാധവൻ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? 1.25 കോടി മലയാളികൾ നമ്മുടെ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാടിന്റേതാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഏതാണ്? ഏതാണ് കൃതികളിൽ പെടാത്തത്? കൃതികളിൽ പെടാത്തത് നിഴലുറങ്ങുന്ന വഴികൾ ട്ടോ. ഇത് അദ്ദേഹത്തിന്റെ അല്ല. അപ്പോൾ സേതുവിന്റെ ഈ 3 കൃതികൾ ഒന്ന് പഠിച്ചു വെക്കണം. പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ. ഓക്കെ പേടിച്ചുല്ലേ? അതായത് നന്നായിട്ട് പേടി വന്നൂല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യും? കൈയൊക്കെ ഇങ്ങനെ വിറക്കില്ലേ? ഒരു മുദ്രകൾ കാണിക്കുന്ന പോലെ ആകും അല്ലേ? അത് ഒരു അടയാളമായിട്ടായിരുന്നു അല്ലേ? ഓക്കെ, പേടിച്ചു. അപ്പൊ പേടിക്കുന്ന സമയത്ത് കൈകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഒരു വിറയല് പോലെയൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ നമ്മുടെ കൈയൊക്കെ ഒരു മുദ്രകൾ കാണിക്കുന്ന ഒരു മോഡലായിരിക്കും അല്ലേ? അതെന്താണ്? അതൊരു അടയാളമാണ് അല്ലേ? പേടിക്കുന്ന സമയത്തുള്ള ഒരു അടയാളമാണ്. അപ്പൊ പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ സേതുവിന്റെ കൃതികളിൽ ഉൾപ്പെടുന്നതാണ്. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഓഗസ്റ്റ് 23. എന്താണ് ഓഗസ്റ്റ് 23 തിരഞ്ഞെടുക്കാൻ കാരണം? ചന്ദ്രയാൻ 3 ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്തതാണ് ഓഗസ്റ്റ് 23. അതുകൊണ്ടാണ് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ ഓഗസ്റ്റ് 23 തന്നെ തിരഞ്ഞെടുത്തത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വൈക്കം സത്യാഗ്രഹം ആരാണ്? TK മാധവനാണ് അല്ലെ? വൈക്കം സത്യാഗ്രഹത്തിന് TK മാധവനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിനാണ് KK എളപ്പൻ. ഓക്കെ, വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് സവർണ ജാഥ നടത്തിയതാണ് മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് AKG. ഓക്കെ, കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദൻ. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠ സ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്?
ഏതാണ് ഉൾപ്പെടാത്തത്? വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട് ഇല്ലാത്തത് ഏതാണ്? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിളിച്ചു. ശരിയായ പ്രസ്താവനയാണ് അല്ലെ? അപ്പൊ ഓപ്ഷനിൽ എന്താ ഉൾപ്പെടാത്തത് ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. അപ്പൊ ഒന്ന് വരുന്ന ഓപ്ഷൻ എന്താണ്? ശരിയായതാണ്. അപ്പൊ ഒന്ന് വരുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം അല്ലെ? സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. ശരിയാണോ? ആണോ? ആണ് അല്ലേ? സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. 1ഉം 2ഉം ശരിയാണ്. പിന്നെ മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി. അത് തെറ്റാണ് അല്ലേ? അത് തെറ്റാണ്. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിളിച്ചതും സമപന്തി ഭോജനം സംഘടിപ്പിച്ചതും സമത്വ സമാജം സംഘടന സ്ഥാപിച്ചതും വൈകുണ്ഠസ്വാമികളാണ്. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി. അപ്പൊ ആൻസർ ഇവിടെ 3 മാത്രമാണ് കേട്ടോ. ഇതാണ് ആൻസർ വരുന്നത്. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളുണ്ട്, ഹിമാലയൻ നദികളുണ്ട്. ഹിമാലയൻ നദികളാണ് സിന്ധുവും ഗംഗയും ബ്രഹ്മപുത്രയും. എന്നാൽ ഉപദ്വീപീയ നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. അപ്പൊ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ് കേട്ടോ. ഗോദാവരി. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധം ഇല്ലാത്ത പ്രസ്താവനകൾ ഏവ? പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ബന്ധമില്ലാത്തത് കേട്ടോ. ഏതൊക്കെയാണ്? 2ഉം 3ഉം എന്താണ്? തെറ്റ്. പടിഞ്ഞാറൻ തീരസമതലവുമായിട്ട് ബന്ധം ഉള്ളതല്ല. ഇത് 2ഉം കിഴക്കൻ തീരസമതലവുമായിട്ട് ബന്ധമുള്ളതാണ് കേട്ടോ. കിഴക്കൻ തീരസമതലം. ഓക്കേ. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് എവിടെയാണ്? പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. ഓക്കെയാണോ? കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലായിട്ടാണ് പടിഞ്ഞാറൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലായിട്ടായിരിക്കും ആര്? കിഴക്കൻ തീരസമതലം. ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീരസമതലത്തിലാണ്. താരതമ്യേന വീതി കൂടുതൽ കിഴക്കൻ തീരസമതലത്തിലാണ്. വീതി കുറവ് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. ഓക്കെയാണോ? ഇതിന്റെ ഓപ്പോസിറ്റുകൾ എഴുതി വെക്കുക കേട്ടോ. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം എങ്കിൽ അറബിക്കടലിനെ മാറ്റിയിട്ട് ബംഗാൾ ഉൾക്കടലാക്കുക, പശ്ചിമഘട്ടം മാറ്റിയിട്ട് പൂർവ്വഘട്ടമാക്കുക. അത് കിഴക്കൻ തീരസമതലത്തില്. പിന്നെ വീതി കൂടുതൽ കിഴക്കൻ തീരസമതലത്തിലാണെങ്കിൽ വീതി കുറവ് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം 1853. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ചാറിയ. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല. ജർമ്മൻ സാങ്കേതിക വിദ്യ. ജർമ്മൻ. റൂർക്കേലയാണ് അല്ലെ? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. കരിമ്പ് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. ഉത്തർപ്രദേശ് ആണ് കരിമ്പ് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ളത്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? ദേശീയ ജലപാത 3 ആണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം. വടക്ക് പടിഞ്ഞാറ്. വടക്ക് പടിഞ്ഞാറ് ഈ ഭാഗം അല്ലെ? ഏതാണ്? അഫ്ഗാനിസ്ഥാൻ ആണ്. യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആര്? മഹാത്മാഗാന്ധി. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? ശുഷ്കമായി കൊണ്ടിരിക്കുന്നു. അല്ല, സവിശേഷത അല്ലാത്തത് ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ശുഷ്കമായി കൊണ്ടിരിക്കുന്നു എന്നതാണ് സവിശേഷത അല്ലാത്തത്. അല്ല, അത് ഉപയോഗിക്കും തോറും എന്താണ്? കൂടി 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 വരികയാണ് ചെയ്യുക കേട്ടോ. അപ്പൊ പുനഃസ്ഥാപന ശേഷിയുണ്ട്, ചെലവ് കുറവാണ്, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല, ശുഷ്കമായി കൊണ്ടിരിക്കുന്നില്ല കേട്ടോ. നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നോ അതിന് അത്രത്തോളം വർദ്ധിച്ചു വരികയാണ് ചെയ്യുക. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അനുച്ഛേദം 21A ആണ്.
ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതു ഭാഗത്താണ്? ഭാഗം 4A ആണ്. ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭാഗം 2 പൗരത്വം. ഭാഗം 3 മൗലിക അവകാശം. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗീതം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു? കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും. നീളം പറയുമ്പോൾ എപ്പോഴും സംഖ്യ വലുതായിരിക്കണം. 3:2. വീതി നീളമാണെങ്കിൽ 2:3. തിരിച്ചിടണം കേട്ടോ. നീളമായിരിക്കും എപ്പോഴും കൂടുതൽ. 3:2. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏതു വർഷത്തിലാണ്? 1993 ഒക്ടോബർ മാസം 12-ാം തീയതി. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ മാസം 12. ഇവിടെ കണക്ട് ചെയ്യണം കേട്ടോ. മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ നിയമവും ഒക്ടോബർ 12 ആണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം 21. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും. 24 ബാലവേലയാണ്. 22 കരുതൽ തടങ്കലിനെ കുറിച്ചിട്ടാണ്. 23 ഫോഴ്സ്ഡ് ലേബർ. ഒരിക്കലും നിർബന്ധിതമായിട്ട് ഒരാളെ ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് ലേബർ. അടുത്തത് ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? സത്യമേവ ജയതേ ദേശീയ മുദ്രയുടെ ചുവട്ടിലാണ്. ദേവനാഗരി ലിപിയിലാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? കടുവയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം 1942 ക്വിറ്റ് ഇന്ത്യ സമരം. ആദ്യത്തെ സമരം നിസ്സഹരണ സമരം. ആദ്യത്തേത് നിസ്സഹരണം, അവസാനത്തേത് ക്വിറ്റ് ഇന്ത്യ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി രാമൻ നമ്പി. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി രാജാറാം മോഹൻ റോയ്. 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20. 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതാണ്? 2023 ഇന്ത്യയാണെങ്കിൽ 2024 ഏത് രാജ്യമാണ്? ബ്രസീൽ ആണ്. അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല വിശ്വഭാരതി സർവകലാശാല. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ദാദാബായ് നവറോജി. സാരേ ജഹാം സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് ആരാണ്? അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധ ഉദ്ദേശ നദീതട പദ്ധതി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധ നദീതട പദ്ധതി ബക്രാനങ്കൽ. നമ്മൾ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയൊക്കെ പഠിക്കുന്ന സമയത്ത് പറയാറില്ലേ? ഇതിന്റെ ഉദ്ഘാടന സമയത്താണല്ലോ ക്ഷേത്രങ്ങളാണ്, അണക്കെട്ടുകളാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ബക്രാനങ്കലിന്റെ ഉദ്ഘാടന സമയത്താണ്. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരി നിയമത്തിന്റെ പേര് റൗലറ്റ് ആക്ട്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം നമ്മുടെ PT ഉഷയാണ്. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം 2017. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? പാമ്പാറ്. തന്നിട്ടുള്ളതിൽ പാമ്പാറാണ്. കിഴക്കോട്ടൊഴുകുന്നത് 3 നദികളാണ്: കാവേരി, ഭവാനി,
പാമ്പാർ. 3 എണ്ണമാണ് കേട്ടോ. 1 കാവേരി, 2 ഭവാനി, 3 പാമ്പാർ. ഓക്കെ. പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? പൊന്നാനി തുറമുഖം. ഭാരതപ്പുഴ. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത. പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരമാണ് കേട്ടോ. നഞ്ചിയമ്മ. കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം. വരയാടുകളെ സംരക്ഷിക്കുന്നത് ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. കേരളത്തിൽ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാറ്റിൻകര താലൂക്കിലാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറത്താണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ റാങ്കിനെ അങ്ങോട്ട് മാറ്റിമറിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ. ഇപ്പോ 25-ാം തീയതി ഒരു എക്സാം നടന്നു അല്ലെ, പ്രിലിംസിന്റെ ഒരു എക്സാം നടന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഇപ്പൊ നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്തത്, ഇതിന് മുന്നത്തെ ഒന്നും എടുക്കണ്ട. ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ 25-ാം തീയതി നടന്ന എക്സാമിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, കാണാം. ഓക്കെ. അപ്പൊ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ എത്ര ക്വസ്റ്റ്യൻ അങ്ങോട്ട് അതിലേക്ക് കയറി വരും. ഓക്കെ, അത് ശ്രദ്ധിക്കണം കേട്ടോ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. ഗുരുവായൂർ സത്യാഗ്രഹമാണ് 31. ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം സ്ഥാപിച്ച പ്രസ്ഥാനം അരയ സമാജമാണ്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. പെട്ടെന്ന് ഓടിയിട്ട് കണ്ട അടുത്തടുത്ത ഓപ്ഷൻ തന്നിരിക്കുന്നത് നമ്മളെ തെറ്റിക്കാനാണ്. ദയാനന്ദ സരസ്വതിയുടേതാണ് ആര്യ സമാജം. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽ പാത ബേപ്പൂർ മുതൽ തിരൂർ വരെ. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കെ കേളപ്പൻ. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം 2024 എവിടെയാ? പാരീസിലാണ്. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് VT ഭട്ടതിരിപ്പാട്. ഇത് ഒരു നാടകമാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിലെ ഇനാമൽ ആണ്. അതിന്റെ നാശത്തിന് കാരണമായ ബാക്ടീരിയ എന്താണ്? ലാക്റ്റിക് ആസിഡ് ആണ് അല്ലെ? ഏതാണ് ആൻസർ വരിക? ശരിക്കും പല്ലിന്റെ ഇനാമലിന് കാരണമായത് ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ്. പക്ഷെ നമുക്കറിയാം ലാക്റ്റിക് ആസിഡ് അല്ലെ, നമ്മൾ പാല് കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും വായ കഴുകണം എന്ന് പറയും. കാരണം പാലില് ലാക്റ്റിക് ആസിഡ് ഉണ്ട്. അതാണ് നമ്മുടെ പല്ലുകളെയൊക്കെ ഇതാക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ പാലിലെ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ തന്നെയാണ്. അപ്പൊ എന്തെങ്കിലും അക്ഷര മിസ്റ്റേക്ക് എന്തെങ്കിലും കൊണ്ടായിരിക്കും അവർ ഡിലീഷൻ ചെയ്തത്. അവർക്ക് ഡിലീഷൻ ചെയ്യുമ്പോൾ പ്രത്യേക കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ജീവകങ്ങളാണ് കേട്ടോ. ജീവകങ്ങളെ സംബന്ധിച്ചിട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? അതായത് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് വേണം ആൻസറിലേക്ക് എത്താൻ കേട്ടോ. നോക്കണം. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന ബി ആണ് കേട്ടോ. 4 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇപ്പൊ ആൻസർ ഏതൊക്കെ വരും ശരിയായിട്ടുള്ളത്? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ. ശരിയാണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ. ശരിയാണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം, രക്തം കട്ടപിടിക്കാനല്ലേ, കട്ടപിടിക്കാൻ കെ. ഓക്കെ, വൈറ്റമിൻ. ശരിയാണ്. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി. തെറ്റാണ്. ജീവകം സി ആണ് വരിക കേട്ടോ. ഇവിടെ ആൻസർ ഇതാണ് കേട്ടോ. 4 മാത്രമാണ് തെറ്റ്. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? കുഷ്ഠം പകരുന്നത് എങ്ങനെയാണ്?
സമ്പർക്കം മുഖേനയാണ് കേട്ടോ. ഈ കുഷ്ഠമൊക്കെ രോഗങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ, നമ്മുടെ ഈ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളില്ലേ, നമ്മുടെ ഓരോ പഞ്ചായത്തിലും അവര് റിപ്പോർട്ട് ചെയ്യും. കാരണം അവരുമായിട്ട് മറ്റൊരാൾ സമ്പർക്കത്തിൽ ഏർപ്പെടാൻ പാടില്ല. അവര് എന്ത് ചെയ്യണം, സമ്പർക്കം വരാതെ അവരുടെ വീടുകളിൽ തന്നെ കഴിയണം. അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ടാണ് സമ്പർക്ക മുഖേന കുഷ്ഠം എന്ത് ചെയ്യും, പകരും. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി മാതാക്കളെ സ്നേഹസ്പർശമാണ് കേട്ടോ. എക്സാം ഹാളിൽ സ്പർശമാണോ, ആശ്വാസമാണോ, പൂർവ്വമാണോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശ്വാസം എന്താകും, ഇല്ലാതാകും അല്ലേ, അന്നൊരവസ്ഥയാകും. അപ്പൊ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കാനും സംരക്ഷിക്കാനും വേണ്ടി സ്നേഹസ്പർശം, ഒരു തലോടലാണ് കേട്ടോ. സ്പർശം പറയുമ്പോൾ തലോടലാണല്ലോ. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ രക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ് ഫാഗോസൈറ്റോസിസ്? എത്ര ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്ന് അറിയത്? മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ് കേട്ടോ. മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ്. ശ്വേതരക്താണുവാണ് WC കേട്ടോ. WBC ആണ്. മോണോസൈറ്റും ന്യൂട്രോഫിലും മറക്കരുത്. കുറെ ചോദ്യ പേപ്പറിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഫാഗോസൈറ്റോസിസ്, മോണോസൈറ്റും ന്യൂട്രോഫിലും. പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? പയർ. ഏതാണ് ഇവിടെ ആൻസർ വരിക? ഭാഗ്യലക്ഷ്മി അല്ലേ. ഭാഗ്യലക്ഷ്മി നമ്മുടെ ഡബിങ് ആർട്ടിസ്റ്റ് ഇല്ലേ, ഭാഗ്യലക്ഷ്മി, അവരെയൊക്കെ ആലോചിക്കാട്ടോ. അതുപോലെ നമ്മുടെ ജ്യോതിക, അവരൊക്കെ നമ്മള് ആക്ടേഴ്സ് ആണല്ലോ. അവരൊക്കെ എന്ത് ചെയ്യും, ഈ ഭക്ഷണം കഴിക്കുന്നതായിട്ടൊക്കെ ചിന്തിക്കുക. ഭാഗ്യലക്ഷ്മി നമ്മൾ ഇന്റർവ്യൂസിലൊക്കെ വരാറുണ്ട് അല്ലേ. അപ്പൊ ഒരു പയറൊക്കെ ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് വെറുതെ ഒന്ന് കടിച്ചിട്ടിരിക്കുന്നതൊക്കെ ആയിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെയൊക്കെ പഠിച്ചതിന് നമുക്ക് ഓരോന്ന് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. വനവിഭവം അല്ലാത്തത് ഏതാണ്? വനവിഭവം, വനത്തിൽ നിന്നും പശ കിട്ടും അല്ലെ, തേന് കിട്ടും, പിന്നെ കോലരക്ക് കിട്ടും. മണ്ണെണ്ണ കിട്ടുമോ വനത്തിൽ നിന്ന്? കിട്ടോ? ഇല്ല അല്ലെ. അപ്പൊ ആൻസർ മണ്ണെണ്ണയാണ് കേട്ടോ. വനവിഭവം അല്ല. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം, അമ്ലമഴയ്ക്ക് കാരണമായ വാതകം സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ്. ശുദ്ധജലത്തിന്റെ pH മൂല്യം, ശുദ്ധജലം 7 ആണ് കേട്ടോ. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? റൂദർഫോർഡിന്റെ സംഭാവനയാണ് സൗരയൂഥ മാതൃക. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്ക്. ഉത്കൃഷ്ട വാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? ഉത്കൃഷ്ട വാതകങ്ങൾ 18ാമത്തെ ഗ്രൂപ്പിലാണ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏത്? ഓക്സിജൻ ഉപയോഗിക്കില്ല ആ ഒരു കാര്യത്തിന് ഏതാണ് ആൻസർ വരിക? ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് ഓക്സിജൻ ആവശ്യമില്ല. ഇതിപ്പോ നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കില്ല. ജ്വലനത്തിന് എന്ത് വേണം? ഓക്സിജൻ വേണം. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ദ്രവീകൃത ഓക്സിജൻ ഉപയോഗിക്കും. കൃത്രിമ ശ്വസനത്തിന് അറിയാം, ശ്വാസം മുട്ടലുള്ളവർക്കൊക്കെ കണ്ടിട്ടില്ലേ, ഓക്സിജൻ വെച്ചിട്ട് കൊടുക്കുന്ന കണ്ടിട്ടില്ലേ, കൃത്രിമ ശ്വസനത്തിന്. ഇതൊക്കെ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടുന്നതാണ്. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു, ചുവപ്പ് നിറം നൽകാൻ കാർമോയിസിനാണ് കേട്ടോ. കാർമോയിസിനാണ്. ടാട്രസിൻ മഞ്ഞയാണ് കേട്ടോ. മഞ്ഞയാണ്. ഇത് നീലയാണ്. ഗ്രീൻ, ഫസ്റ്റ് ഗ്രീൻ അറിയാലോ, പച്ച കേട്ടോ. ഇൻഡിഗോ കാർമൻ നീല, ടാട്രസിൻ മഞ്ഞ നിറം നൽകാൻ, കാർമോയിസിൻ ചുവപ്പ് നിറം നൽകാൻ. ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചലനം ഏതാണ്? സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് ഭ്രമണ ചലനമാണ്. പമ്പരം കറങ്ങുന്നത്, പമ്പരത്തിന്റെ ആ ഒരു അറ്റത്തെ ആ ഒരു ആണി എങ്ങനെയാ? സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതൊരു ഭ്രമണ ചലനത്തിന് ഉദാഹരണമാണ്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ് 1984. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം എന്ത് പേരിൽ അറിയപ്പെടും? അപവർത്തനം എന്ന് അറിയപ്പെടുന്നു കേട്ടോ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ബാഷ്പീകരണമാണ്. അപ്പൊ താപപ്രേഷണ രീതികൾ ഈ 3 ആൾക്കാരാണ് കേട്ടോ. പഠിക്കണേ. ചാലനം, സംവഹനം, വികിരണം. ഓക്കെയാണോ? ചാലനം,
സംവഹനം ചാലനം ഖരപദാർത്ഥങ്ങളിൽ നടക്കുന്ന താപപ്രേഷണമാണെങ്കിൽ സംവഹനം ദ്രാവക പദാർത്ഥങ്ങളിലാണ്. വികിരണം എന്ന് പറയുന്ന സമയത്ത് വാതകത്തിൽ നടക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഖരം, ദ്രാവകം, വാതകം. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? കാറ്റ് എന്തായാലും പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ് അല്ലെ. കാറ്റ്, തിരമാല വരും. പിന്നെ പെട്രോളും കൽക്കരിയൊക്കെ വരുമോ? ഏതൊക്കെയാ വരിക? കാറ്റും തിരമാലയും ട്ടോ. കാറ്റ്, തിരമാല ഒന്നും രണ്ടുമാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം. കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടപ്പോ മാത്സ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ മാത്സ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കുക. ഇവിടെ ആൻസറും തന്നിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയം ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനും ഡെയിലി നിങ്ങൾ ഇങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ട് പഠിക്കണ്ടെന്ന് പറയുന്നില്ല. ഡെയിലി ഞാൻ മാത്സും കൂടിയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് തരാം. അപ്പൊ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്താൽ മതി. ഒറ്റൊന്നും നിങ്ങൾ ചെയ്യുക. പക്ഷെ ആ ഒറ്റൊന്നും ചെയ്യുമ്പോൾ പിന്നെ ആ മാത്സിൽ നിങ്ങൾക്ക് എന്ത് പാടില്ല, സംശയം വരാൻ പാടില്ല. അത് ഏതിന് മുന്നിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലും നിങ്ങൾ അത് ചെയ്തിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ ഇന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി അപ്പോഴേക്കും അടുത്തൊരു മാത്സ് അവിടെ ക്വസ്റ്റ്യൻ കാണും, അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി ഏതും ഇല്ലാണ്ടാകണ്ട. ഈ ഇന്നിപ്പോ ഇതിൽ ഒരു 20 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആ 20 ക്വസ്റ്റ്യനും നന്നായിട്ട് ചെയ്യുക. അത്ര മതി. കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിന്റെ നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എക്സാമിനൊന്നും അധികം ടൈം കിട്ടില്ല. പക്ഷെ ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് പോയാൽ നിങ്ങൾ ഒരു 100-300 ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ക്വസ്റ്റ്യൻ തന്നെ 20 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ എക്സാം ആകുമ്പോഴേക്കും തന്നെ 10,000-2000 ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ചെയ്ത് നിങ്ങൾ പെർഫെക്ഷൻ ആകും. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് ആ പോകുന്ന എക്സാമിന് ഉണ്ടാകും. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ തരുന്ന 20 ക്വസ്റ്റ്യൻസ് വ്യക്തമായിട്ട് ചെയ്യുക. നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എങ്ങനെ അതൊക്കെ എനിക്ക് സിമ്പിൾ ആണ് എന്നുണ്ടെങ്കിൽ ചെയ്യാം. അറിയാത്ത ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കുക. അത് ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മാറ്റി വെക്കുക കേട്ടോ. ഓക്കെ, ഇതാ പോസ് ചെയ്യുക, എന്നിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് ഇംഗ്ലീഷ് പറയുമ്പോൾ നമുക്ക് എൻ്റെതായിട്ടുള്ള ശൈലിയിൽ നമുക്ക് എടുക്കാൻ കഴിയും. മാത്സ് എടുക്കണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ചിലവർക്ക് അത് ചിലപ്പോൾ എല്ലാവർക്കും സെറ്റായി എന്ന് വരില്ല. അതുകൊണ്ടാണ് ഇനി അതിനൊരു താഴെ നെഗറ്റീവ് ഇട്ടിട്ട് അതിന് നിങ്ങൾ വന്നിട്ട് എന്നെ ചീത്ത പറയണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഓക്കെ, നമ്മൾ എൻ്റെതായിട്ടുള്ള ശൈലിയിൽ നമ്മൾ മാത്സുകൾ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ അത് നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. ഇംഗ്ലീഷും മലയാളമൊക്കെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതുപോലെയല്ല. അപ്പൊ അതുകൊണ്ട് ഇതാ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ, ചെയ്യണം. ഇതാ ഇത് പോസ് ചെയ്യണേ. ഓക്കെയാണോ? ഓക്കെ, ഇനി താഴെ വന്നിട്ട് അയ്യോ മാത്സിന് ഇഷ്ടത്തിന് എടുത്തോ പറയണ്ട. ചിലപ്പോൾ ചിലവർക്ക് കുഴപ്പം ഇല്ല, ചെയ്തോളാം എന്ന് പറയും. പക്ഷെ ചിലവർ അങ്ങനെയല്ല, ചിലവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ശ്രീനിവാസിന്റെ ഒരു ഡയലോഗ് പോലെ എല്ലാത്തിനും അതിൻ്റെതായ രീതിയിൽ ദാസ എന്ന് പറയുന്ന പോലെ, അതുകൊണ്ട് അങ്ങനെ കണക്കാക്കിയാൽ മതി കേട്ടോ. എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ തരാം കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ അന്വേഷിച്ചിട്ടൊന്നും നിങ്ങൾ നടക്കണ്ട. ഡെയിലി 20 ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ ആണല്ലോ? ഞാൻ അതിനാണ് ടൈം തന്നത് കേട്ടോ. അവിടെ നിങ്ങൾക്ക് പോസ് ചെയ്യാനും അത് ചെയ്യാനുമുള്ള സമയങ്ങളാണ്. ഓക്കെ, നിങ്ങൾ അത് സമയം എടുത്തിട്ട് ചെയ്യുക കേട്ടോ. അല്ലാണ്ട് വീഡിയോ പോസ് ചെയ്യുന്നതിനനുസരിച്ച് നിൽക്കണ്ട. നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ സമാധാനത്തിന് ചെയ്യുക. ഓക്കെ ആണല്ലോ കേട്ടോ? ഇന്ന് 2 ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ നമ്മൾ ഇപ്പൊ ഇന്നലെ ഇന്നുമായിട്ട് എത്ര ക്വസ്റ്റ്യൻ ചെയ്തു? 160 GK ക്വസ്റ്റ്യൻ. ഞാൻ എപ്പോഴും ഇതേപോലെ കണക്കാക്കിയിട്ട് വരും. 160 ക്വസ്റ്റ്യൻ പ്രീവിയസ് നമ്മൾ പഠിച്ചു. ഇന്നലെയും ഇന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അതേപോലെ 20 മാത്സ് ക്വസ്റ്റ്യനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പൊ ഡെയിലി ഞാൻ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ 160 + 80 വെച്ചിട്ട് കണക്കാക്കി വരും. ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ക്വസ്റ്റ്യന്റെ ഒരു നിലവാരം നമ്മൾ എത്തിയിട്ടുണ്ടാകും. 4000-5000 ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ 5000 ഒന്നും ആയിരിക്കില്ല കേട്ടോ, അതിന്റെ അപ്പുറം കടക്കും ക്വസ്റ്റ്യൻ. കാരണം അത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ തരും മുന്നില്. അപ്പോൾ അതൊക്കെ പഠിച്ച് സെറ്റ് ആക്കിയിരിക്കണം. അറിയാത്ത ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഏത് ടോപ്പിക്കിൽ നിന്നാണ് PSC എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ന് ഒന്ന് വിശകലനം സ്വയം മനസ്സിലാക്കണം കേട്ടോ. മറ്റൊരാൾ പറഞ്ഞു തരാതെ സ്വയം മനസ്സിലാക്കുക. ആവർത്തനം എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് ഇങ്ങനെ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അപ്പൊ ആ ടോപ്പിക്കുകൾ ആദ്യം പഠിച്ചു മാറ്റുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ SCRT ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ SCRT ഉണ്ടല്ലോ, ന്യൂ SCRT ബയോളജി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കേരള ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. പുതിയ SCRTയും പഴയ SCRTയും 2020 to 2025 വരെയുള്ള മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യനും കേരള ഹിസ്റ്ററി മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി കേരള ഹിസ്റ്ററിയും കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പുതിയ SCRTയും പഴയ SCRTയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചോദ്യക്കലവറ പറഞ്ഞിട്ട് ഒരു സീരീസ് ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ട്.
അതിൽ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കുറേ വിശകലനം ചെയ്ത് നോക്കിയപ്പോൾ ചില ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ PSC അന്ന് വിട്ട് കളിക്കില്ല, ആ ടോപ്പിക് എന്തായാലും ഉൾപ്പെടുത്തും. അപ്പൊ അങ്ങനെയുള്ള മേഖലകളിൽ പുതിയ SCERT-യിൽ ഏതൊക്കെ ഏരിയ ഉണ്ടോ ആ ഏരിയനൊക്കെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ടോപ്പിക്കുകൾ ഒന്ന് ആസൂത്രണ കമ്മീഷൻ നമ്മുടെ പുതിയ SCERT-യിൽ ഇട്ടിട്ടുണ്ട്, അത് തന്നിട്ടുണ്ട്. അതുപോലെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഉണ്ടല്ലോ, NDC, അത് തന്നിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് നമ്മുടെ പുതിയ SCERT-യിൽ തന്നിട്ടുണ്ട്, അത് ഇട്ടിട്ടുണ്ട്. അതുപോലെ കേരള ബാങ്ക് തന്നിട്ടുണ്ട്, ഒക്കെ പുതിയ SCERT ആണ് കേട്ടോ. പിന്നെ ഹരിത വിപ്ലവം, പിന്നെ രാജ്യസഭ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഞാൻ ഇത്രയും പറഞ്ഞ ടോപ്പിക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ലാത്ത കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതൊക്കെ പുതിയ SCERT-യിൽ ഉണ്ട്, അതൊക്കെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ടോപ്പിക് ആയിട്ട് എത്തിച്ചും തരുന്നുണ്ട് കേട്ടോ, അത് പേടിക്കണ്ട. ടോപ്പിക് ആയിട്ട് പുതിയ SCERT നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. പിന്നെ സയൻസ് വിഭാഗം പറയുമ്പോൾ ഡെയിലി ഒരു എന്താണ് ഒരു ലെസൺ വെച്ചിട്ട് കേട്ടോ. ബയോളജി ഇപ്പോൾ 5ാം ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വരികയാണ്, ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് നല്ലത് കേട്ടോ. അപ്പോൾ 5ാം ക്ലാസ്സിലെ 1ാമത്തെ ലെസൺ, എല്ലാ ലെസണും നമുക്ക് ആവശ്യമില്ല, നമ്മുടെ സിലബസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ലെസൺ മാത്രമാണ് വരുള്ളൂ. അപ്പോൾ 1ാമത്തെ ലെസൺ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ 2ാമത്തെ ലെസൺ എടുത്ത് വെച്ചിട്ടുണ്ട്, ക്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം നമ്മൾ 2 ക്ലാസ് ആണ് ഡെയിലി ഇടുക കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചിട്ടാണ് നമുക്കിതിങ്ങനെ എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല സ്മാർട്ട് വർക്കായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.